ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുള്ളൂ. ജി സുധാകരൻ ഒരു നുണയും പറയില്ല. ഞാൻ അദ്ദേഹം CPM നേതാവായിരിക്കുമ്പോൾ പോലും ഞാനന്ന് ഏറ്റവും കൂടുതൽ മന്ത്രിമാർക്കെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തെ MLA 2006 തൊട്ട് 2011 വരെ. അന്ന് മന്ത്രിമാരെ നമ്മൾ ആക്രമിക്കുന്ന സമയത്തും ഈ മനുഷ്യനെ കുറിച്ച് ആദരവോടുകൂടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. നിയമസഭയിലെ റെക്കോർഡിൽ കിടക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചത് 2008 2009 ഈ ജി സുധാകരനെ കുറിച്ച്. നീതിമാനായ ഭരണാധികാരിയായിരുന്നു. നീതിമാനായ ഭരണാധികാരി. 1000 കോടി കിട്ടിയാൽ 140 MLA-മാർക്ക് വീതം വയ്ക്കും. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ നേരെ ഏതാണ് നെറി ഏതാണെന്ന് നോക്കിയിട്ട് തീരുമാനമെടുക്കും. അങ്ങനത്തെ ആളാണെന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ വേറൊരു മന്ത്രിയെക്കുറിച്ച് എനിക്ക് ഇതുവരെ പറയാൻ, LDF മന്ത്രിയെക്കുറിച്ച് പറയാൻ, CPM മന്ത്രിയെക്കുറിച്ച് പറയാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും ആദരവുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാന്നേ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അദ്ദേഹം ഒരു നിലപാടെടുത്ത് നിന്നു. ഞങ്ങൾ രാഷ്ട്രീയമായ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതിൽ ഒരു പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരിഫ് അടക്കം പറയുന്നു അത് മുൻകൂട്ട് ജി സുധാകരൻ പ്ലാൻ ചെയ്തു പോയതാണ്. UDF നേതാക്കളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു എന്നെല്ലാം. അങ്ങനെ വല്ലതൊക്കെ നടന്നിട്ടുണ്ടോ? അതൊന്നുമല്ലേ. അത് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന് കാലിന് ഒരു പരിക്ക് പറ്റി കിടന്ന സമയത്ത് ഞാൻ തന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അത് ഞങ്ങളിപ്പോൾ ആലപ്പുഴ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും. അതൊരു ബന്ധമാണ്. നല്ല ബന്ധമാണ് അദ്ദേഹമായിട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പന്നിയൻ രവീന്ദ്രൻ എനിക്കെതിരെ 2011 മത്സരിച്ച ഞാനും അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണ്. ഭയങ്കര സ്നേഹബന്ധം, വലിയ ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിവിടെ മത്സരിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ടൊരു വാക്കുപോലും പറയില്ല രണ്ടുപേരും. ആ സൗഹൃദം ഞങ്ങളിപ്പോഴും പുലർത്തുന്നുണ്ട് ഒരുപാട് ആളുകളുമായിട്ട്. അതുപോലെ ആദരവ്. വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് ഇന്ന് സംസാരിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിലെ കോൺഗ്രസിനകത്ത് തർക്കങ്ങളിൽ നിന്ന് LDF സർക്കാരിലേക്കുള്ള ആരോപണത്തിന്റെ കുന്തവന തിരിക്കുകയാണ് വി.ഡി. സതീശൻ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കിഫ്ബി വഴി 1,10,000 കോടിയുടെ വികസന പ്രവർത്തനം എന്നുള്ളത് നുണയാണ്. വെറും 38,000 കോടി മാത്രമാണ് ചെലവഴിച്ചിരിക്കുന്നത്. രണ്ട്, സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു. ഇന്ത്യയിൽ വിലക്കയറ്റത്തിൽ 1ാം സ്ഥാനത്ത് ഇപ്പോൾ കേരളമാണ് എന്നുള്ളതാണ്. ഈ രണ്ട് വിഷയം ഉന്നയിച്ചുകൊണ്ട് വി.ഡി. സതീശൻ ഇന്ന് പുതിയ ഒരു രാഷ്ട്രീയ യുദ്ധം തുടങ്ങുകയാണ്, രാഷ്ട്രീയ മുഖം തുറക്കുകയാണ്. ഗ്രൂപ്പ് തർക്കങ്ങളും ആരോപണങ്ങളിൽ നിന്നും മാറി LDF സർക്കാരിന്റെ ചില അവകാശവാദങ്ങൾക്കെതിരെയുള്ള ആരോപണവും പ്രചരണവും തുടങ്ങുന്നു വി.ഡി. സതീശൻ. വളരെ സമർത്ഥമായ രാഷ്ട്രീയ നീക്കത്തിലൂടെ വി.ഡി. സതീശൻ പുതിയ ഒരു യുദ്ധമുഖം തുറക്കാൻ ശ്രമിക്കുകയാണ്.